കാപ്പുകുളമ്പൻ ചാനലിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ തൂങ്ങി മരണം കൊലപാതകം. നമ്മൾ വാളയാർ കേസിലായാലും മറ്റൊരുപാട് കേസുകളിൽ കുട്ടികളും അല്ലെങ്കിൽ അസ്വാഭാവികമായ തൂങ്ങി മരണങ്ങൾ, അവിശ്വസനീയമായ തൂങ്ങി മരണങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഒരു മരണം തൂങ്ങി മരണമാണോ അതോ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള ഒരു സംശയം പലപ്പോഴും വരാറുണ്ട്. ഞാൻ സൈന്യത്തില് സേവനം അനുഷ്ഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എൻ്റെ ഒരു മലയാളി സുഹൃത്ത് ബോർഡറിൽ വെച്ചിട്ട് തൂങ്ങി മരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ ബോഡി റിസീവ് ചെയ്യാനും ബന്ധുമിത്രാദികളെ വിവരങ്ങൾ അറിയിക്കാനും സർവീസിൽ നിന്ന് എന്നെ ചുമതലപ്പെടുത്തുകയും 300 കിലോമീറ്റർ ഞാൻ ട്രക്കിൽ യാത്ര ചെയ്ത് ഈ ബോഡിയുടെ അടുത്തെത്തുകയും ചെയ്തു. അപ്പോൾ ബോഡി അവിടുന്ന് സ്വീകരിച്ച് മിലിറ്ററി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുവരുന്നതായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ മൃതദേഹത്തെ അകമ്പടി സേവിക്കുകയായിരുന്നു എൻ്റെ ജോലി. മൃതദേഹം അവിടുന്ന് ഏറ്റുവാങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജനെ കണ്ടു. അദ്ദേഹം മിലിറ്ററി ഡോക്ടറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സർ, ഒന്ന് ഈ മരണത്തിൽ ഈ മരിച്ച ആളിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. 2, ഈ മരിച്ച ആളിൻ്റെ അടിവസ്ത്രങ്ങൾ, പുള്ളിക്കാരൻ ലുങ്കിയും അണ്ടർവെയറുമാണ് ധരിച്ചിരുന്നത് മരിക്കുന്ന സമയത്ത്. ഈ ലുങ്കി അണ്ടർവെയറും ഞങ്ങൾ മാറ്റി അതിനകത്ത് ബോഡി വിസർജ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാർ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ സൈന്യത്തിൽ തലേ ദിവസം വഴക്കുണ്ടായി. ആ വിഷമത്തിൽ പുള്ളിക്കാരൻ രാത്രി വെളുപ്പാങ്കാലം 4 മണിക്ക് ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ഞങ്ങളെ അറിയിച്ചത്. എനിക്കതിൽ ആദ്യം അസ്വാഭാവികമായിട്ട് തോന്നിയത്, ശാന്തമായിട്ട് കിടന്നുറങ്ങിയ ഒരാൾ വെളുപ്പാങ്കാലം 4 മണിക്ക് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. ഇത് എൻ്റെ ഒരു കണക്കുകൂടലാണ്. 2, ഒരാള് കെട്ടിത്തൂങ്ങി മരിക്കുകയാണെങ്കിൽ അയാളുടെ ഒരു ലുങ്കിയിലാണ് അയാളെ കെട്ടിത്തൂക്കി കൊന്നിരുന്നത്. വേറൊരു ലുങ്കി, ഒരു വസ്ത്രത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ച ഒരാൾ അയാളുടെ ഈ മരണവെപ്രാളത്തിൽ, നമ്മൾ മരണവെപ്രാളം എന്നൊരു വാക്ക് പറയുള്ളൂ. അപ്പോൾ ശരിക്കും തൂങ്ങി മരിക്കുമ്പോഴത്തേക്കാണ് അയാൾ മരണവെപ്രാളം കാണിക്കുക. മരണവെപ്രാളം കാണിക്കുമ്പോഴത്തേക്ക് അറിയാതെ തന്നെ ശരീരത്തിൽ നിന്ന് മലമൂത്ര വിസർജനം ആ സമയത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആ ബോഡിയിൽ യാതൊരുവിധ വിസർജ്യങ്ങളും അവശിഷ്ടങ്ങളും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ നോട്ട് ചെയ്യാനും പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജനെ ഞാൻ അറിയിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്ന ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. ഇത് ഒരു കൊലപാതകമാണ് എന്ന് സർജൻ, പോലീസ് സർജൻ, മിലിറ്ററി ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നത്. അത് സംബന്ധിച്ച് പിന്നെ സർവീസിൽ ഒരുപാട് എൻക്വയറികൾ നടന്നു. അത് ഉൾപ്പെട്ട 2-3 പേരെ കോർട്ട് മാർഷൽ ചെയ്തു, കുറച്ചുപേരെ സർവീസിൽ നിന്ന് പുറത്താക്കി, കുറച്ചുപേരെ തരത്താഴ്ത്തി, അങ്ങനെയൊക്കെയുള്ള നടപടികളൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ ഒരു ഉദാഹരണം ഞാൻ പറയാൻ കാരണം എനിക്ക് തന്നെ നേരിട്ടുണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളുമായിട്ട്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ 2 കാര്യങ്ങൾ എപ്പോഴും നിർബന്ധമായിട്ട് കാണും. പ്രത്യേകിച്ച് തൂങ്ങി മരണമാണെങ്കിൽ, ഒന്ന്, ഒരു സൂയിസൈഡ് നോട്ട് എഴുതാനുള്ള ഒരു ശ്രമം എപ്പോഴും നടത്തുക. കാര്യം നമ്മൾ 10, 30, 20 വർഷം ജീവിച്ചിട്ട് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ലോകത്തിന് ഒരു മെസ്സേജ് കൊടുക്കാൻ നമ്മൾ എന്തായാലും തയ്യാറാവും. അത് തയ്യാറാവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള തൂങ്ങിയ മരണങ്ങളിലും ആത്മഹത്യകളിലെല്ലാം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്താറുണ്ട്. 2, അടിവസ്ത്രം എപ്പോഴും, ഇത് നമുക്ക് ഒരാൾക്ക് ചിലപ്പോൾ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യാക്കുറിപ്പ്. പക്ഷേ ആ മരണവെപ്രാളത്തിൽ, അതായത് ഒരാളുടെ കഴുത്തിൽ കയറ് മുറുകി മരിച്ച് വെപ്രാളപ്പെട്ടാണ് മരിക്കുന്നത്, കണ്ണൊക്കെ തള്ളി വെപ്രാളപ്പെട്ടാണ് മരിക്കുന്നത്. ആ മരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അറിയാതെ മലമൂത്ര വിസർജനം ഒരാൾ ചെയ്തു പോകുന്നതാണ്. ഇതൊരു ശാസ്ത്രീയ സത്യമായി ആണ് എന്നാണ് എന്റെ വിലയിരുത്തൽ. അപ്പോൾ ഈ മരണങ്ങളിൽ പലപ്പോഴും
അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കുന്നത് ഈ കുന്നിട്ട് കെട്ടി തൂക്കുക എന്നുള്ള ഒരു സംഭവത്തിലാണ് ആൾക്കാർ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള സംശയം വരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ലിറ്റ്മസ് എന്ന് അറിയാം, ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്ക് തൂങ്ങി മരിച്ച ഒരാളാണെങ്കിൽ, കഴുത്ത് മുറുകി തൂങ്ങി മരിച്ച ഒരാളാണെങ്കിൽ അയാളുടെ അടിവസ്ത്രങ്ങളിൽ നിന്ന് ബോഡി വേസ്റ്റ് വിസർജ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിൽ അതൊരു കൊലപാതകമാകാനുള്ള 99% സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇത് ആരും വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. പല തൂങ്ങിയ മരണങ്ങളിലും പോലീസുകാർ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും പൊതുജനങ്ങൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മരിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടവർക്കും ഇതൊരു മാർഗനിർദ്ദേശമായിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.